നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 145, ചാപ്റ്റർ നമ്പർ 42. ദീക്ഷ എടുത്ത ശേഷം നാമ അതായത് മന്ത്രം ജപിക്കേണ്ടത് അനിവാര്യമാണ്. പേജ് 123 റിസിംഗ് ബോധ് എന്ന അധ്യായം. ബീർ സിംഗ് രാജാവിന് ഒരു യുവരാജ്ഞി സുന്ദർ ദേയി ഉണ്ടായിരുന്നു. പരമോന്നത പരമാത്മാവ് കബീർജിയിൽ നിന്നും അവൾ ദീക്ഷ സ്വീകരിച്ചിരുന്നു. ഒരുപാട് സത്സംഗങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അവൾക്ക് വിശ്വാസം കുറവായിരുന്നു. അവൾ നാമം അതായത് മന്ത്രം ചൊല്ലാൻ ഉപയോഗിച്ചിരുന്നില്ല. അതായത് സാധന, ധർമ്മപരമായ ആചാരം ചെയ്യാൻ അവൾ ഉപയോഗിച്ചിരുന്നില്ല. രാജ്ഞി ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ആയിരിക്കുമ്പോൾ യമന്റെ ദൂതന്മാർ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. അപ്പോൾ യമന്റെ ദൂതന്മാർ രാജ്ഞിയുടെ ശരീരത്തിൽ പ്രവേശിച്ച് അവസാന ശ്വാസത്തിനായി കാത്തിരിക്കാൻ തുടങ്ങി. ആ സമയം സുന്ദരദേയി രാജ്ഞിക്ക് ശരീരത്തിൽ അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. യമന്റെ സന്ദേശവാഹകർ ദൃശ്യമാകാൻ തുടങ്ങി. രാജാവ് രാജ്ഞിയോട് ചോദിച്ചു, എന്താണ് കാര്യം? രാജ്ഞി പറഞ്ഞു, ഞാൻ രസകരമായ ഒന്നും കാണുന്നില്ല. രാജ്യം, കൊട്ടാരം, ആഭരണങ്ങൾ ഒന്നുമില്ല. രാജ്ഞി പറഞ്ഞു, ദൈവത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്താൻ സാധുക്കളെയും ഭക്തരെയും ക്ഷണിക്കുക. സാധുമാരും ഭക്തരും വന്ന് ദൈവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഭക്തി ചെയ്യാനും തുടങ്ങി. ഒരു പ്രയോജനവും ഉണ്ടായില്ല. രാജ്ഞിയുടെ ശരീരത്തിലെ കഷ്ടപ്പാടുകൾ കൂടുതൽ വർദ്ധിച്ചു. അവൾക്ക് ശ്വാസം മുട്ടിത്തുടങ്ങി. ഹൃദയകമലം ഉപേക്ഷിച്ച ആത്മാവ് ഭയന്ന് ത്രികുടിയിലേക്ക് ഓടി. യമന്റെ ദൂതന്മാർ അവളെ എല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞു. ആത്മാവിനെ ചുറ്റിപ്പറ്റിയുള്ള യമന്റെ 4 ദൂതന്മാരും പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വരൂ. ഹരി അതായത് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ രാജ്ഞിയുടെ ആത്മാവ് സത്സംഗത്തിലെ വാക്കുകൾ അനുസ്മരിച്ചു. അവൾ യമന്റെ ദൂതന്മാരോട് പറഞ്ഞു, ഹേ ദുഷ്ടന്മാരെ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ഞങ്ങളുടെ സദ്ഗുരു ഞങ്ങളുടെ ഗുരുവാണ്. നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. എന്റെ സദ്ഗുരു ധനി അതായത് യജമാനൻ എനിക്ക് നാമം അതായത് മന്ത്രം തന്നിട്ടുണ്ട്. ഞാൻ എപ്പോൾ പോകും? അപ്പോൾ എന്റെ ഗുരുജി വരും. ഇതു കേട്ട് യമന്റെ ദൂതന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് ആരെങ്കിലും യജമാനനുണ്ടെങ്കിൽ അവനെ വിളിക്കൂ. അല്ലാത്ത പക്ഷം ഞങ്ങളുടെ കൂടെ ദൈവത്തിന്റെ കൊട്ടാരത്തിലേക്ക് വരും. ആത്മാവ് പറഞ്ഞു, ധർണി പന്ഥ്വി ആകാശ് സെ നഗർ നിയാര തഹാ നിവാജെ ധനി ഹമാര അഗം ശബ്ദ ജബ് ഭാഖെ നാഉം തബ് യം ജീവ് കെ നികട്ട് നഹി ആഉം. അർത്ഥം, സദ്ഗുരുജി സത്സംഗത്തിൽ പകർന്നു നൽകുന്ന അറിവ് സത്യമാണെന്ന് തുടക്കത്തിൽ രാജ്ഞി വിശ്വസിച്ചിരുന്നില്ല. ജോലിക്കാരും വേലക്കാരികളും എല്ലാം അവളുടെ ആജ്ഞപ്രകാരം ഓടി വരുന്നതിനാൽ ഇതൊരു കഥ മാത്രമാണെന്ന് അവൾ കരുതി. അവൾ ഇഷ്ടമുള്ളത് കഴിക്കുകയും മനോഹരമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കുകയും ചെയ്തു. ഇനിയും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അവൾ കരുതി. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 146. മുൻ ജീവിതത്തിൽ നിന്ന് ചാർജ് ചെയ്ത ബാറ്ററി ആയിരുന്നു ഇത്. ഇപ്പോഴത്തെ ജീവിതത്തിൽ ചാർജർ അതായത് മന്ത്രം കിട്ടിയെങ്കിലും അവൾ അത് ഓണാക്കിയില്ല. അതായത് അവൾ സാധന ചെയ്തില്ല. ബാറ്ററി ഡിസ്ചാർജ് ആകുമ്പോൾ എല്ലാ സൗകര്യങ്ങളും നിലയ്ക്കും. അപ്പോൾ ഫാൻ പ്രവർത്തിക്കുകയോ ബൾബ് പ്രകാശിക്കുകയോ ചെയ്യുന്നില്ല. ഒരാൾക്ക് ബട്ടണുകൾ ഓണാക്കിക്കൊണ്ടേയിരിക്കാം, പക്ഷേ ഒരു പ്രവർത്തനവുമില്ല. അതുപോലെ ഒരു ആത്മാവിന്റെ മുൻകാല ജീവിതത്തിലെ ഭക്തിയുടെ അതായത് ചാർജ് സമ്പത്ത് അവസാനിക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും എടുത്തു കളയുന്നു. ആത്മാവിനെ നരകത്തിലിടുന്നു. അപ്പോൾ അത് തിരിച്ചറിയുന്നു. അപ്പോഴേക്കും സമയം വളരെ വൈകി. പശ്ചാത്താപവും കരച്ചിലുമല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല. സുന്ദർ ദേയി രാജ്ഞി സത്സംഗം ശ്രവിച്ചിരുന്നു. ഒരു സമ്പൂർണ്ണ സദ്ഗുരുവിൽ നിന്നാണ് അവൾ ദീക്ഷ സ്വീകരിച്ചത്. അവൾ നാമത്തിന്റെ അതായത് മന്ത്രത്തിന്റെ സമ്പത്ത് നേടിയിരുന്നില്ല. അവൾ ഗുരുദ്രോഹിയായിരുന്നില്ല. ഗുരുവിനെ വിമർശിക്കാൻ അവൾ ഉപയോഗിച്ചിരുന്നില്ല. രാജ്ഞി സദ്ഗുരുവിനെ ഓർത്തു. ഹേ സദ്ഗുരു, ഓ എന്റെ ഗുരു, യമന്റെ ദൂതന്മാർ എന്നെ വളഞ്ഞിരിക്കുന്നു. അങ്ങയുടെ ഈ ദാസിയെ മോചിപ്പിക്കണമേ. ഞാൻ നിങ്ങളുടെ ദീക്ഷ സ്വീകരിച്ചു. ഭർത്താവോ ഭാര്യയോ മകനോ മകളോ സഹോദരനോ രാജാവോ പൊതുജനമോ ആരുമല്ല. ഈ ദുരിതകാലത്ത് ആരും സഹായത്തിനില്ലെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. രാജ്ഞിയുടെ ആത്മാവ് സദ്ഗുരുവിനെ ഹൃദയത്തിൽ നിന്നോർത്തു.
ഉടനെ സദ്ഗുരു കബീർജി പ്രത്യക്ഷപ്പെട്ടു അവിടെ. രാജ്ഞി ഓടി വന്ന് സദ്ഗുരുദേവ്ജിയുടെ കാൽക്കൽ വീണു. ആ സമയത്ത് യമന്റെ ദൂതന്മാർ ഓടിപ്പോയി ഹരിയുടെ അടുക്കൽ ചെന്നു. അതായത് ധർമ്മരാജ്. അവളുടെ സദ്ഗുരു വന്നപ്പോൾ അവനോട് പറഞ്ഞു, അവിടമാകെ പ്രകാശപൂരിതമായി. ആത്മാവ് സൽസുഹൃത മന്ത്രം ചൊല്ലിയിടുന്നു. അത്രമാത്രം അവൾ ഓർത്തു. ഇക്കാരണത്താൽ അവൾ യമന്റെ ദൂതന്മാരിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും അവളുടെ ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ രാജ്ഞി പൂർണ്ണ സമർപ്പണത്തോടെ ഭക്തി ചെയ്തു. തുടർന്ന് സദ്ഗുരു കബീർജി അവൾക്ക് വീണ്ടും സത്നാമവും ശരണവും നൽകി. മന്ത്രോച്ചാരണത്തിന്റെ സമ്പത്ത് അവൾ സമ്പാദിച്ചു. ലോകം അവൾക്ക് വ്യർത്ഥമായി കാണപ്പെട്ടു തുടങ്ങി. രാജ്യവും സമ്പത്തും കുടുംബവും അവൾക്ക് അന്യമായി തോന്നി. മരണസമയം അടുത്തതായി തോന്നി. ഇക്കാരണത്താൽ രാജ്ഞി തന്റെ ശരീര, മനസ്സ്, സമ്പത്ത് സദ്ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ഭക്തി നടത്തി സത്യലോകത്തേക്ക് പോയി. അവിടെ രാജ്ഞിയുടെ ആത്മാവിന് മുന്നിൽ പരമാത്മാവ് സത്യപുരുഷൻ സദ്ഗുരുവിന്റെ മറ്റൊരു പ്രതിരൂപത്തോട് ചോദിച്ചു, ഓ കതിഹാർ, രക്ഷകൻ, യമന്റെ ദൂതന്മാർ എന്റെ ആത്മാവിനെ എങ്ങനെ തടഞ്ഞു? സദ്ഗുരു രൂപത്തിൽ കബീർജി പറഞ്ഞു, അല്ലയോ പരമേശ്വര, ദീക്ഷ സ്വീകരിച്ച ശേഷം അവൾ ഭക്തി അനുഷ്ഠിച്ചില്ല. അതുകൊണ്ടാണ് യമന്റെ ദൂതന്മാർ അവളെ വളഞ്ഞത്. ഞാൻ അവളെ വിടിയിച്ചു. പരമോന്നത ദൈവം കബീർജി ആത്മാവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഭക്തി ചെയ്യാതിരുന്നത്? നിങ്ങൾ എങ്ങനെ സത്യലോകത്തിലെത്തി? അവളുടെ ശിരസ് താഴ്ത്തിക്കൊണ്ട് ആത്മാവ് പറഞ്ഞു, നേരത്തെ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. പിന്നെ യമന്റെ ദൂതന്മാരുടെ പീഡനം കണ്ടപ്പോൾ ഞാൻ താങ്കളെ ഓർത്തു. അങ്ങയുടെ അറിവ് സത്യമാണെന്ന് തോന്നി. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിച്ചു. താങ്കൾ എന്നെ രക്ഷിച്ചു. പിന്നെ എനിക്ക് വീണ്ടും ജീവൻ ലഭിച്ചു. അന്ന് പൂർണ്ണ സമർപ്പണത്തോടെയാണ് ഞാൻ അങ്ങയുടെ ഭക്തി ചെയ്തത്. പൂർണ്ണ ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം അങ്ങയുടെ കൃപയാൽ മാത്രം ഗുരുജിയുടെ സഹകരണത്തോടെ എനിക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. സത്യലോകത്തിലേക്ക് പോയ ശേഷം ഒരു ഭക്തനെ മറ്റു ഭക്തർക്കൊപ്പം അയക്കുന്നു. ഒരാൾക്ക് സുന്ദരവും അനശ്വരവുമായ ശരീരം ലഭിക്കുന്നു. ഒരാൾക്ക് ഒരു വലിയ പാർപ്പിട കൊട്ടാരം ലഭിക്കുന്നു. മുറ്റത്ത് ഒരു വിമാനം പാർക്ക് ചെയ്തിട്ടുണ്ട്. അമാനുഷിക ശക്തികൾ ഉത്തരവുകൾക്കായി കാത്തിരിക്കുന്നു. ബട്ടണുകൾ ഓണാക്കുമ്പോൾ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം ഉടനടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് പോലെ അവ തൽക്ഷണം വൈദ്യുതി പോലെ സജീവമാകും. അതുപോലെ അവിടെ വാക്കിന്റെ ബട്ടൺ, സ്വിച്ച് ഉണ്ട്. എന്ത് വേണമെങ്കിലും പറയൂ, ആ വസ്തു അല്ലെങ്കിൽ പദാർത്ഥം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 147. ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം ഉടലെടുക്കുന്നത് പോലെ നിങ്ങളുടെ അടുക്കളയിൽ പ്രവർത്തനങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. പ്ലേറ്റുകളും ഗ്ലാസുകളും നൽകും. അല്പസമയം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തോന്നിയാൽ അമാനുഷിക ശക്തിയാൽ രൂപപ്പെട്ട് അടുക്കളയിൽ സൂക്ഷിക്കും. 1 മിനിറ്റ് കഴിഞ്ഞ് ഒരാൾ മറ്റെന്തെങ്കിലും ആഗ്രഹിച്ചാൽ എല്ലാ ക്രമീകരണങ്ങളും ഉടൻ ചെയ്യും. ഒരാൾ ചുറ്റിക്കറങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിമാനത്തിൽ ഒരു പ്രവർത്തനം ഒരാൾക്ക് മനസ്സിലാകും. വിമാനത്തിന്റെ അടുത്ത് ചെന്നാലുടൻ അതിന്റെ വാതിൽ തുറക്കും. വിമാനം സജ്ജമാകും. ഏത് ദ്വീപിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വിമാനം അതിലേക്ക് പറക്കും. നിങ്ങൾ പഴങ്ങൾ കൊതിച്ചാലുടൻ മരങ്ങളിൽ നിന്ന് പുതിയ പഴങ്ങൾ പറിച്ചെടുത്ത് നിങ്ങളുടെ മുൻപിൽ സൂക്ഷിക്കും. ഈ കാലലോകം സത്യലോകിന്റെ പകർപ്പാണ്. അതുപോലെ സത്യലോകിൽ ആണും പെണ്ണും അടങ്ങുന്ന കുടുംബങ്ങളുണ്ട്. സത്യലോകത്തിൽ 2 വിധത്തിലാണ് സന്തതികൾ ഉണ്ടാകുന്നത്: ശബ്ദശക്തി വഴിയും ലൈംഗിക ബന്ധത്തിലൂടെയും. ഇത് ഹൻസുകളെ ആശ്രയിച്ചിരിക്കുന്നു. സത്പുരുഷന്റെ സിംഹാസനത്തെ ചുറ്റിപ്പറ്റിയാണ് ശബ്ദം കൊണ്ട് സന്തതികൾ ഉണ്ടാകുന്നത്. ആദ്യത്തെ പ്രദേശം വരുന്നത് ആണും പെണ്ണും ചേർന്ന് കുടുംബങ്ങൾ രൂപപ്പെടുന്ന മേഖലയാണ്. അതിനപ്പുറമാണ് ശബ്ദം കൊണ്ടു മാത്രം സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നവർ. പുരുഷന്മാരെ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. സത്യലോകത്തിൽ വാർദ്ധക്യമില്ല. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മേഖലയിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അവർ പരസ്പരം വിവാഹം കഴിക്കുന്നത് ശബ്ദം കൊണ്ട് മാത്രമാണ്. ഉൽപ്പാദിപ്പിക്കുന്ന കുട്ടികൾ കാലിന്റെ ലോകത്തിൽ നിന്ന് മോചിതരായി പോയ ആത്മാക്കളാണ്. അപ്പോൾ പിന്നീട് അവർ ഒരിക്കലും മരിക്കുന്നില്ല, പ്രായമാകില്ല. മോചിതനായ ശേഷം സത്യലോകത്തേക്ക് പോകുന്നവർക്ക് ആദ്യം സത്യപുരുഷന്റെ സദസ്സാണ് ഉണ്ടാക്കുന്നത്. ആ സമയത്ത് അവർക്ക് ഭൂമിയിലെ അതേ രൂപമുണ്ടാകും. ഒരു വൃദ്ധൻ താഴെ നിന്ന് പോയാൽ അവിടെ സത്പുരുഷന്റെ മുന്നിൽ അവൻ അല്ലെങ്കിൽ അവൾ അതേ അവസ്ഥയിലും ഭാവത്തിലും പോകുന്നു. അവളുടെ പ്രകാശം 16 സൂര്യന്മാരുടെ സംയോജിത പ്രകാശത്തിന് തുല്യമാണ്.
അതിനുശേഷം പൂർണ്ണമായും വേറിട്ട് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരാളെ അയക്കുന്നു. അവിടെ പോയതിനു ശേഷവും അവളുടെ രൂപം അതേപടി നിലനിൽക്കും. ഒരാൾ താഴെ നിന്ന് വാർദ്ധക്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ അവിടെ വെച്ച് ചെറുപ്പമാകും. ആരെങ്കിലും ചെറുപ്പമാണെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ചെറുപ്പമായി തുടരുന്നു. ആരെങ്കിലും കുട്ടിയാണെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ഒരു കുട്ടിയായി തുടരുന്നു. അവിടെ ചിലർക്ക് സത്പുരുഷന്റെ വചനത്താൽ ആണിന്റെയോ പെണ്ണിന്റെയോ ശരീരം നൽകപ്പെടുന്നു. ചിലർ ഒരു ബീജരൂപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. അവർ സത്യലോകിലെ ഒരാളുടെ കുടുംബത്തിൽ ഒരിക്കൽ ജനിച്ച് ഒരു കുടുംബം നേടുന്നു. ആ സ്ഥലത്ത് കാൽലോകത്തിൽ നിന്നും അക്ഷരലോകത്തിൽ നിന്നും മോചിതരായി പോയ ആ ഹൻസ് ഒരിക്കൽ പിറക്കും. ആളൊഴിഞ്ഞ സ്ഥലത്താണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നത്. അവർ രണ്ടിടത്തും, വാക്കിനാൽ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തും ആൺ പെൺ എന്നിവയിൽ നിന്ന് ജനിക്കുന്നിടത്തും ജന്മം നൽകുന്നു. ആൺ പെൺ എന്നിവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നവയുടെ ശതമാനം കൂടുതലാണ്. അനുപാതം 10:90 10% ശബ്ദത്തിലൂടെയും 90% വിവാഹ പാരമ്പര്യത്തിലൂടെയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. സത്യലോകത്തിൽ ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിന്റെ പ്രകാശം 16 സൂര്യന്മാരുടെ പ്രകാശത്തിന് തുല്യമാണ്. മിനി സത്ലോകും മാൻസരോവറും സത്ലോകിന് മുൻപാണ് വരുന്നത്. അവിടെ ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിന്റെ പ്രകാശം 4 സൂര്യന്മാരുടെ പ്രകാശത്തിന് തുല്യമാണ്. അപ്പോൾ ഒരാൾ മുന്നോട്ടു പോകുന്നു. പരബ്രഹ്മിന്റെ ലോകത്തിൽ രൂപം കൊണ്ട് 8ാമത്തെ കമലത്തിൽ എത്തുമ്പോൾ ഹൻസിന്റെയും ഹൻസിനിയുടെയും, അതായത് ആണിന്റെയും പെണ്ണിന്റെയും പ്രകാശം 12 സൂര്യന്മാരുടെ പ്രകാശത്തിന് തുല്യമായി മാറുന്നു. അപ്പോൾ എല്ലാവരുടെയും ശരീരത്തിന്റെ പ്രകാശം സത്യലോകിൽ നിർമ്മിച്ച ബഫർ ഗുഹയിലെ 16 സൂര്യന്മാരുടെ പ്രകാശത്തിന് തുല്യമായി തീരുന്നു. തെളിവ്: ദശക് മുഖാമി രേഖയിലെ കബീർ സാഗർ, അധ്യായം മുഹമ്മദ് ബോധ്, പേജ് 20, 21, 22. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, ചാപ്റ്റർ നമ്പർ 42 സബ് ചാപ്റ്റർ 1, പേജ് നമ്പർ 148. ദശക് മുഖാമി രേഖ. ഞാൻ പേജ് 21 നിന്നുള്ള ചില ഉദ്ധരണികൾ എഴുതുകയാണ്. ഭയ ആനന്ദ് ഫൻ സബ് ഛോഡിയ പഹുച്ച ജഹാ സത്യലോക് മേര. ഹൻസിനി സ്ത്രീ രൂപത്തിലുള്ള പുണ്യാത്മാക്കൾ, ഹൻസ് പുരുഷ രൂപത്തിലുള്ള പുണ്യാത്മാക്കൾ. ഹൻസിനി ഹൻസ് സബ് ഗായ് ബജായ് കെ സാജി കെ കലശ് മോഹെ ലേനാए. युगन युगन के बिछुड़े मिले तुम आए के प्रेम करी अंग से अंग लाए. पुरुष दर्श जब दीन्हा हंस को तपत बहु जन्म की तब नशाए. पलेट कर रूप जब एक सा कीन्हा मानो तब भानु षोडश 16 उगाए. पहुप के दीप पयूष अमंत भोजन करे शब्द की देह सब हंस पाई. पुष्प का सहरा हंस और हंसनी सच्चिदानंद सिर छत्र छाए. दीपे बहु दामिनी दमक बहु भांति की जहां घन शब्द को घमोड़ लाई. लगे जहां बरसने घन घोर के उठत तहां शब्द धुनी अति सोहाई. सुन्न सोहे हंसे हंसनी युद्ध जोड़े झुंड है एक ही नूर एक रंग रागे. करत बिहार सैर मन भावनी मुक्ति में कर्म और भ्रम सब दूर भागे. रंग और भूप राजा कोई परख आवे नहीं करत कोलाहल बहुत पागे. काम और क्रोध मदलोभ अभिमान सब छाड़ी पाखंड सत शब्द लागे. पुरुष के बदन शरीर कौन महिमा कहू जगत में उपमा कछु नाही पाई. चंद और सूर्य गण ज्योति लागे नहीं एक ही नख नाखुन प्रकाश भाई. परवाना जिन नाद वंश का पाइया पहुंचिया पुरुष के लोग जाई. कह कबीर यही भांति सो पाई हो सत्य पुरुष की राह सो प्रकट गाई. അർത്ഥം: ഈ അമൃത ഭാഷണത്തിൽ വ്യക്തമാണ് പരമദേവമായ കബീർജി സദ്ഗുരു രൂപത്തിൽ ധർമ്മദാസ്ജിയെ ഭൂമിയിൽ നിന്ന് സത്യലോകത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ വഴിയിൽ 9 സ്ഥലങ്ങളുണ്ട്. ഉദാഹരണം: നാസൂത്, മൽക്കൂത്. ഇവ ഫാർസി പദങ്ങളാണ്. ഈ 7 ആകാശങ്ങൾക്കപ്പുറം അജിൻ, വിഷ്ണുലോകം തുടങ്ങിയ സ്ഥലങ്ങൾക്കപ്പുറം സത്യലോകിൽ എത്തിയപ്പോൾ ധർമ്മദാസ്ജി പറയുന്നത് സത്യലോകിലെ ഹൻസും, അതായത് ആണുങ്ങളും, ഹൻസിനിയും, അതായത് പെണ്ണുങ്ങളും ജോഡിയും നൃത്തം ചെയ്ത് ചെണ്ട മുതലായ വാദ്യോപകരണങ്ങൾ വായിച്ചു. തലയിൽ കുടം ചുമക്കുന്ന പെണ്ണുങ്ങളുമായി ഞാൻ കണ്ടു. അവരുടെ ശരീരത്തിന്റെ പ്രകാശം 16 സൂര്യന്മാരുടെ പ്രകാശത്തിന് തുല്യമായിരുന്നു. എന്റെ ശരീരത്തിന്റെ പ്രകാശം പോലും
അവരെ പോലെയുള്ള 16 സൂര്യന്മാരുടെ പ്രകാശത്തിന് തുല്യമായി. മോക്ഷം നേടിയ ശേഷം ഭൂമിയിൽ നിന്ന് പോകുന്ന ഒരു ഹൻസിനെ പുഹബ് ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. സത്യലോകിന്റെ ഭാഗമാണ്. അതിനാൽ ഒന്നാമതായി മോക്ഷം നേടിയ ശേഷം താഴെ നിന്ന് പോയ ആത്മാവിനെ പുഹബ് ദ്വീപിൽ സൂക്ഷിക്കുന്നു. അതിന്റെ രംഗമാണ് ചിത്രീകരിക്കുന്നത്. ഇവിടെ നിന്ന് ആത്മാവ് മറ്റു സ്ഥലങ്ങളിൽ ഒരു കുടുംബത്തിൽ ജനിക്കുന്നു. ഇതിനുശേഷം ഒരു കുടുംബം രൂപീകരിക്കാൻ ആണും പെണ്ണും പ്രത്യുൽപാദനം നടത്തുന്ന ആ സ്ഥലത്തിന്റെ വിവരണമുണ്ട്. അവിടെ ആൺപെൺ ജോഡികൾ ഇരുന്ന് സന്തോഷത്തോടെ സല്ലാപം ചെയ്യുന്നു. മേഘങ്ങൾ മുഴങ്ങുന്നു, മഴ പെയ്യുന്നു. സത്ലോക് നിവാസികൾ പിക്നിക്കിന് പോകുന്ന ഒരു പ്രത്യേക സ്ഥലമാണിത്. മേഘങ്ങളില്ലാതെ തന്നെ ചില സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നു. ദീക്ഷ സ്വീകരിച്ച ശേഷം ഒരു ഭക്തൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 149. പവിത്ര കബീർ സാഗർ അധ്യായമായ ധർമ്മബോധിലും അതിന്റെ വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ധർമ്മബോധ് എന്ന അധ്യായത്തിന്റെ സംഗ്രഹം ദയവായി വായിക്കുക. കബീർ സാഗറിലെ 33-ാം അധ്യായമായ ധർമ്മബോധ് പേജ് 177 1521 ഈ അധ്യായത്തിൽ പരമോന്നത ദൈവം കബീർജി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് പ്രത്യേക അറിവ് നൽകിയിട്ടുണ്ട്. പരമോന്നത ദൈവമായ കബീറിന്റെ യഥാർത്ഥ മാർഗത്തിൽ ദിവസം 3 തവണ സന്ധ്യാനാമങ്ങൾ നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സന്ധ്യ എന്ന വാക്കിന്റെ അർത്ഥം 2 കാലങ്ങളുടെ സംഗമം എന്നാണ്. രാത്രിയും പ്രഭാതവും ചേരുമ്പോൾ ഒരു സന്ധ്യ പ്രഭാതമാണ്. രാത്രി പുറപ്പെടുന്നു, പ്രഭാതം ആരംഭിക്കുന്നു. പകൽ 12 മണിക്കാണ് രണ്ടാമത്തെ സന്ധ്യ. ആ സമയത്ത് ദിവസത്തിന്റെ ആരോഹണ ഘട്ടത്തിന്റെ ഉച്ച കഴിഞ്ഞ് അവസാനിക്കുകയും ദിവസത്തിന്റെ അവരോഹണ ഘട്ടം ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ നട്ടുച്ചയാണ് അന്നത്തെ ഉച്ചസന്ധ്യ. വൈകുന്നേരമാണ് 3ാമത്തെ സന്ധ്യ. അക്കാലത്ത് രാവും പകലും ഒത്തുചേരുന്നു. സായാഹ്ന സന്ധ്യ എന്നാണ് സാധാരണക്കാർ വിളിക്കുന്നത്. സന്ധ്യയുടെ അർത്ഥം ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നാണ്. ലോകരക്ഷകൻ സ്വയം ചെയ്യുന്നതും മറ്റുള്ളവരെ കൊണ്ട് 3 തവണ സന്ധ്യ ചെയ്യിക്കുകയും ചെയ്യുന്നു, അതായത് ആരതി ചെയ്യിക്കുകയും ചെയ്യുന്നു. വേദങ്ങളിൽ തെളിവുകളുണ്ട്. രാവിലെയും വൈകുന്നേരവും സമ്പൂർണ്ണ പരമാത്മാവിന്റെ പ്രാർത്ഥനയും ഉച്ചതിരിഞ്ഞ് ലോകത്തിലെ എല്ലാ ദൈവങ്ങളുടെയും പ്രാർത്ഥനയും ചെയ്യാൻ അദ്ദേഹം ഉപദേശിക്കുന്നു. തെളിവുകൾ ഋഗ്വേദ് മണ്ഡലത്തിലുണ്ട്. 8-ാം അധ്യായം സൂക്തം 1 മന്ത്രം 29, യജുർവേദ് അധ്യായം 19 മന്ത്രം 26. ഇതേ തെളിവുകൾ പേജ് 177 ധർമ്മബോധ് എന്ന അധ്യായമായ കബീർ സാഗറിലും നൽകിയിരിക്കുന്നു. സാൻ സകാർ മധ്യ സന്ധ്യ തീനോ കാൽ ധർമ്മ കർമ്മ തത്പർ സദാ കീജയ സുർത്തി സംഭാൽ. അർത്ഥം: ഭക്തർ 3 സമയങ്ങളിലും, അതായത് 3 കാലങ്ങളിലും സന്ധ്യ പ്രാർത്ഥന ചെയ്യണം. സന്ധ്യ അതായത് സാൻ സന്ധ്യയിലും, സക്കാർ രാവിലെയും, മധ്യാൻ ഉച്ചതിരിഞ്ഞും, പകലിന്റെ മധ്യത്തിൽ ഒരാളുടെ സുരതി ഏകാഗ്രത വാണിയിൽ പ്രസംഗം വായിക്കണം. പ്രാർത്ഥന കൂടാതെ ഒരു നല്ല ദൗത്യം ചെയ്യാൻ എപ്പോഴും തയ്യാറായിരിക്കണം. അലസത കാണിക്കാൻ പാടില്ല. ധർമ്മബോധ് പേജ് 178 1522. कबीर कोटिन कंटक घेरी जो नित्य क्रिया निज की नेहा सुमिरन भजन एकांत में मन चंचल गहलीन. അർത്ഥം: ഒരു ഭക്തൻ കോടിക്കണക്കിന് കഷ്ടതകൾ നേരിടേണ്ടി വന്നാലും ഒരുവൻ തന്റെ ദൈനംദിന കർമ്മം, അതായത് ത്രികാല സന്ധ്യ പ്രാർത്ഥന തീർച്ചയായും ചെയ്യണം. അസ്ഥിരമായ മനസ്സിനെ അടക്കി ദീക്ഷയിൽ ലഭിച്ച ഈശ്വരന്റെ മന്ത്രം ഏകാന്തതയിൽ ഉരുവിടണം. कबीर भक्तों अरु गुरु की सेवा कर श्रद्धा प्रेम सहित परम प्रभु സത്യ പുരുഷ് ധ്യാവഹി കരി അതിശം മൻ പ്രീത്. അർത്ഥം: സത്സംഗത്തിനോ വീട്ടിലോ വന്നിരിക്കുന്ന ഗുരുദേവനെയും ഭക്തരെയും എപ്പോഴും ബഹുമാനത്തോടെ സേവിക്കണം. ഭക്തിയോടും സ്നേഹത്തോടും കൂടി സേവനം ചെയ്യണം. പരമേശ്വരന്റെ ഭക്തി, അതായത് പരമ അക്ഷര പുരുഷനെ അപാരമായ സ്നേഹത്തോടെ ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 149, ചാപ്റ്റർ 42 സബ് ചാപ്റ്റർ 2. ഭക്തൻ ജതിയും സതിയുമായിരിക്കണം. ഒരു ജതിയുടെ ലക്ഷണങ്ങൾ: पुरुष यति जति सो जानिए निज त्रिया तक विचार माता बहन पुत्री सकल और जग की नार. അർത്ഥം: ഭാര്യയെ കൂടാതെ മറ്റൊരു സ്ത്രീയോടും ഭാര്യ ഭർത്താവ് എന്ന വികാരമില്ലാത്ത പുരുഷനെ യതി എന്ന് വിളിക്കുന്നു.
മറ്റേ സ്ത്രീയുടെ പ്രായമനുസരിച്ച് അവൻ അവളെ അമ്മയോ സഹോദരിയോ മകളോ ആയി കണക്കാക്കണം. സതീ സ്ത്രീയുടെ ലക്ഷണങ്ങൾ: स्त्री सो जो पतिव्रत धर्म धरे, निज पति सेवत जोए, अन्य पुरुष सब जगत में पिता भ्रात सुत होए, अपने पति की आज्ञा में रहे, निज तन मन से लाग, पिया विपरीत न कछु करे, तात्रिया को बड़ भाग. അർത്ഥം: ആ സ്ത്രീയെ ഭർത്താവുമായി ബന്ധമുള്ള സതി എന്ന് വിളിക്കുന്നു. തന്റെ ഭർത്താവിനെ കൂടാതെ അവൾ ലോകത്തിലെ മറ്റു പുരുഷന്മാരെ അവരുടെ പ്രായത്തിനനുസരിച്ച് പിതാവായും സഹോദരനായും മകനായും പരിഗണിക്കണം. അവൾ ഭർത്താവിന്റെ ക്രമത്തിൽ നിൽക്കണം. അവൾ ശരീരവും മനസ്സും കൊണ്ട് ഭർത്താവിനെ സേവിക്കണം. ഭർത്താവിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യരുത്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 150. ദാനധർമ്മം ചെയ്യുന്നത് എത്ര പ്രധാനപ്പെട്ടതാണ്. कबीर मनोकामना बिहाय के हर्ष सहित करे दान, ताका तन मन निर्मल होए पाप की हान. कबीर यज्ञ दान बिन गुरु के, निश दिन माला फेर, निष्फल वह करनी सकल, सतगुरु भाख्य टेर. प्रथम गुरु से पूछिए कीजय काज बहोर, सो सुखदायक होत है मिटे जीव का खोर. അർത്ഥം: ഒരു ആഗ്രഹവുമില്ലാതെ നൽകുന്ന ദാനം 2 ഫലങ്ങളും നൽകുമെന്ന് പരമേശ്വരനായ കബീർജി പറഞ്ഞിട്ടുണ്ട്. ഈ കർത്തവ്യം നിലവിലെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടും. അതുപോലെ ഭാവിയിലേക്കുള്ള പുണ്യങ്ങൾ ശേഖരിക്കപ്പെടും. ഒരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനായി നൽകുന്ന ദാനം ആ ജോലിയുടെ പൂർത്തീകരണത്തിന് ശേഷം അവസാനിക്കും. ആഗ്രഹം പൂർത്തീകരിച്ച് നൽകുന്ന ദാനം ഒരാളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും പാപങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ആദ്യം ഒരു ഗുരുവിനെ നേടുക, പിന്നെ ഗുരുദേവ്ജിയുടെ കൽപ്പന പ്രകാരം ദാനം ചെയ്യണം. ആദ്യം ഗുരുവിന്റെ അനുവാദം വാങ്ങുക, എന്നിട്ട് നിങ്ങളുടെ പുതിയ ജോലി ചെയ്യുക. ആ ജോലി ഐശ്വര്യത്തിലേക്ക് നയിക്കുകയും മനസ്സിന്റെ എല്ലാ പിരിമുറുക്കങ്ങളും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഒരു ഗുരുവില്ലാതെ നിങ്ങൾ എത്ര ദാനം നൽകിയാലും, എത്ര നാമം, എത്ര മന്ത്രം ചൊല്ലിയാലും എല്ലാം നിഷ്ഫലമായ പരിശ്രമമാണ്. സദ്ഗുരു ഇത് ആവർത്തിച്ച് പറയുന്നു. कबीर अभ्यागत आगम निरखी, आदर मान समेत, भोजन छाजन बित यथा, सदा काल जो देत. അർത്ഥം: നിങ്ങളുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നിങ്ങൾ എല്ലായ്പ്പോഴും ആദരവോടെ ഭക്ഷണവും കിടക്കയും നൽകണം. सोई म्लेच्छ सम जानिए, गही जो दान विहीन, यही कारण नित दान करे, जो नर चतुर प्रवीण. അർത്ഥം: ദാനധർമ്മം ചെയ്യാത്ത ഗൃഹസ്ഥൻ ഭമലേച്ചൻ, അതായത് ദുഷ്ടനെ പോലെയാണ്. അതിനാൽ ജ്ഞാനി എപ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്യുക. पात्र कुपात्र विचार के तब दीजे ताही दान, देता लेता सुख ला अंत हुए नहीं हान. അർത്ഥം: തെറ്റായ ഒരാൾക്ക് ദാനം നൽകരുത്. ദാനം സ്വീകരിക്കാൻ യോഗ്യനായ ശരിയായ വ്യക്തിക്ക് സന്തോഷത്തോടെ ദാനം നൽകണം. ഗുരുദേവനെ ശരിയായ സ്വീകർത്താവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. പിന്നെ പട്ടിണി കിടക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കണം. രോഗിയായ ഒരാൾക്ക് വൈദ്യ ചികിത്സ നൽകണമെങ്കിൽ ചികിത്സയ്ക്കുള്ള പണം ഒരാൾ സ്വയം നൽകണം. വെള്ളപ്പൊക്കത്തിന്റെയോ വരൾച്ചയുടെയോ ഒരു കൂട്ടം ഇരകളായവർക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണവും വസ്ത്രവും വിതരണം ചെയ്യണം. ശരിയായ സ്വീകർത്താവിന് സംഭാവന നൽകുന്നതായി ഇത് വിവരിക്കുന്നു. ഇതിൽ ഒരു ദോഷവുമില്ല. ധർമ്മബോധത്തിന്റെ സംഗ്രഹം, പേജ് 179. कबीर फल कारण सेवा करे, निष्दिन याचे राम, कह कबीर सेवा नहीं, जो चाहे चौगुने दाम. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 151. അർത്ഥം: പൂർത്തീകരണത്തിനായി ആരാധന നടത്തുന്നവൻ. ഒരുവന്റെ ചുമതല രാവും പകലും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെടുന്നു. ആ സേവനം സേവനമല്ലെന്ന് പരമോന്നത ദൈവം കബീർജി പ്രസ്താവിച്ചിട്ടുണ്ട്. സേവനത്തിന്റെ പ്രതിഫലമായി ഒരാൾ 4 ഇരട്ടി സമ്പത്ത് ആഗ്രഹിക്കുന്നു. कबीर सज्जन सगे कुटुंब हितु, जो कोई द्वारे आव, कबहू निरादर न कीजिए, राखे सबका भाव. അർത്ഥം: മാന്യന്മാരും ബന്ധുക്കളും കുടുംബാംഗങ്ങളും അഭ്യുദയകാംക്ഷികളും നിങ്ങളുടെ വീട്ടുവാതിൽക്കൽ വന്നാൽ അവരെ ഒരിക്കലും അനാദരിക്കരുത്. എല്ലാവരെയും ബഹുമാനിക്കണം. कबीर
कोड़ी कोड़ी जोड़ी कर कीने लाख करोड़ पैसा एक ना संग चले केते दाम बटोर. അർത്ഥം: ഒരാൾ ദാനധർമ്മങ്ങൾക്കും പുണ്യകർമ്മങ്ങൾക്കും പണം ചിലവഴിച്ചില്ലെങ്കിൽ കൂടാതെ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ സ്വരൂപിച്ചു, ഇഹലോകവാസം വെടിയുമ്പോൾ എത്ര സമ്പത്ത് സ്വരൂപിച്ചാലും ഒരു പൈസ പോലും നിങ്ങളോടൊപ്പം പോകില്ല. जो धन हरि के हित धर्म रा नहीं लगात सो धन चोर लबार गह धर छाती पर लात. അർത്ഥം: ദൈവത്തിനു വേണ്ടി ചെലവഴിക്കാത്ത, ഒരിക്കലും പുണ്യകർമ്മങ്ങൾക്ക് ചെലവഴിക്കാത്ത പണം കള്ളന്മാരും കൊള്ളക്കാരും ദർ ഛതി പർലാത്, അതിന്റെ ഉടമസ്ഥനെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് തട്ടിയെടുക്കുന്നു. सत का सौदा जो करे दम छल छिद्र त्यागे अपने भाग का धन लहे परधन विष सम लागे. അർത്ഥം: ഒരുവൻ തന്റെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും സത്യത്തിൽ അധിഷ്ഠിതമായി ദൈവഭയത്തോടെ ചെയ്യണം. ഒരാളുടെ വിധിയിൽ എഴുതിയിരിക്കുന്ന സമ്പത്തിൽ ഒരാൾ സംതൃപ്തനായിരിക്കണം. മറ്റൊരാളുടെ സമ്പത്ത് വിഷയമായി കണക്കാക്കുക. भूखा जही घर ते सिरे ताको लागे पाप भूखो भोजन जो देथे कटैन कोटि संताप. അർത്ഥം: ഒരു അതിഥി തന്റെ വീട്ടിൽ വന്ന് പട്ടിണി കിടന്നാൽ ഒരാൾക്ക് പാപം സംഭവിക്കുന്നു. വിശക്കുന്നവർക്ക് അന്നം നൽകുന്നവർക്ക് കോടികളുടെ തടസ്സങ്ങൾ നീങ്ങുന്നു. प्रथम संत को जिमाइए पीछे भोजन भोग ऐसे पाप को टाले कटे नित्य का रोग. അർത്ഥം: ഒരു സന്യാസി അല്ലെങ്കിൽ ഭക്തൻ ഒരാളുടെ വീട്ടിൽ വന്നാൽ ആദ്യം സന്യാസിക്ക് ഭക്ഷണം നൽകുകയും പിന്നീട് സ്വയം ഭക്ഷണം കഴിക്കുകയും വേണം. ഇപ്രകാരം ഒരുവിന്റെ തലയിൽ നിന്ന് ദിവസേന ഉണ്ടാകുന്ന പാപങ്ങളുടെ കഷ്ടപ്പാടുകൾ ഒഴിവാക്കണം. ധർമ്മബോധത്തിന്റെ സംഗ്രഹം, പേജ് 180. कबीर यद्यपि उत्तम कर्म करी रहे रहित अभिमान साधु देखी सिर नावते करते आदर मान. അർത്ഥം: അഹങ്കാരം വെടിഞ്ഞ് ഉത്തമമായ കർമ്മങ്ങൾ ചെയ്യണം. ഒരു സന്യാസി ഭക്തൻ മുന്നിൽ വരുന്നത് കാണുമ്പോൾ വണങ്ങി വന്ദിക്കുകയും ബഹുമാനിക്കുകയും വേണം. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 152. कबीर बार बार निज श्रवण ते सुने जो धर्म पुराण कोमल चित उदार नित हिंसा रहित बखान. അർത്ഥം: ഒരു ഭക്തൻ പുണ്യകർമ്മങ്ങളെ കുറിച്ചുള്ള സത്സംഗജ്ഞാനം ആവർത്തിച്ച് ശ്രവിക്കുകയും മൃദുലഹൃദയനായിരിക്കുകയും വേണം. അഹിംസയാണ് പരമമായ മതം. അഹിംസയുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രഭാഷണങ്ങൾ കേൾക്കണം. कबीर न्याय धर्मयुक्त कर्म सब करें न करना कबहू अन्याय जो अन्यायी पुरुष है बंधे यमपुर जाए. അർത്ഥം: എപ്പോഴും ന്യായമായ കർമ്മങ്ങൾ ചെയ്യണം. ഒരാൾ ഒരിക്കലും അനീതി ചെയ്യരുത്. അനീതി കാണിക്കുന്നവർ യമരാജന്റെ ലോകത്തിൽ നരകത്തിലേക്ക് പോകുന്നു. ധർമ്മബോധത്തിന്റെ സംഗ്രഹം, പേജ് 181. कबीर गंग कारण में पाप बहु नित लागे सुन लोए ताहिते दान अवश्य है दूर ताहिते होए. कबीर चक्की चौके चूल्हों में झाड़ू अरु जलपान गंग आश्रमी को नित्य यह पाप पांचे विधि जान. അർത്ഥം: ഒരു ഗൃഹനാഥൻ 5 വിധത്തിൽ പാപം ചെയ്യുന്നു. മൈദമില്ലിൽ മാവ് പൊടിക്കുക, ഭക്ഷണം പാകം ചെയ്യുന്നതിനായി അടുപ്പിൽ തീ കത്തിക്കുക, ചാണകം കൊണ്ട് നിലം മെഴുകുക, ചൂൽ കൊണ്ട് നിലം തൂത്തുവാരുക, തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഓ ലൗകിക ജനമേ കേൾക്കൂ, ഈ കാരണങ്ങളാൽ നിങ്ങൾ ദിവസവും പാപങ്ങൾ സഹിക്കുന്നു. അതിനാൽ ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഈ പാപങ്ങൾ ദാനത്തിലൂടെ മാത്രമേ നശിപ്പിക്കപ്പെടുകയുള്ളൂ. कबीर कछु कटेन सत्संग ते कछु नाम के जाप कछु संत के दर्शते कछु दान प्रताप. അർത്ഥം: അനേകം ധർമ്മപരമായ ആചാരങ്ങളിലൂടെ ഒരു ഭക്തന്റെ പാപങ്ങൾ ഇല്ലാതാകുന്നു. ചിലത് സത്സംഗ വചനങ്ങൾ ശ്രവിച്ച് ജ്ഞാനയോഗത്തിലൂടെ, ചിലത് മന്ത്രം ചൊല്ലുന്നതിലൂടെ, ചിലത് ഗുരുദർശനത്താൽ, ചിലത് ദാനധർമ്മ ഫലത്താൽ ഇല്ലാതാകുന്നു. നമ്മൾ വസ്ത്രം ധരിക്കുന്നത് പോലെ ചെളി, അഴുക്ക് അവ മലിനമാകുന്നു. അവർ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്നു. അതുപോലെ ദൈനംദിന ജോലികൾക്കിടയിൽ പാപങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. വസ്ത്രങ്ങൾ പോലെ സത്സംഗത്തിലെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ദിവസവും കഴുകുക, മന്ത്രം ചൊല്ലുക, ദാനധർമ്മം, സന്യാസിയുടെ സദസ്സ് എന്നിവയിലൂടെ ഒരു ആത്മാവ് ശുദ്ധമായി നിലനിൽക്കും.
ഒരാളുടെ മനസ്സ് ഭക്തിയിൽ മുഴുകിയിരിക്കുന്നു. कबीर, जो धन पाए न धर्म करत, ना ही सद्व्यवहार, सो प्रभु के चोर है, फिरते मारो मार. അർത്ഥം: ദൈവം മനുഷ്യന് നൽകിയ സമ്പത്ത്, അതിൽ നിന്ന് പണം ദാനം ചെയ്യാത്തവരും നല്ല പെരുമാറ്റവും ഇല്ലാത്തവരും കുമിഞ്ഞുകൂടുന്ന ഭ്രമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്ന അവർ ദൈവത്തിന്റെ കള്ളന്മാരാണ്. സന്ത് ഗരീബ് ദാസ് ജിയും പ്രസ്താവിച്ചിട്ടുണ്ട്: जिन हर की चोरी करी और गए राम गुड़ भूल, ते विधना बागुल किए रहे ऊर्ध्व मुख झूल. പുണ്യകർമ്മങ്ങൾ ചെയ്യാത്തവർ, പരമാത്മാവ് നൽകിയ സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യാത്തവർ കള്ളന്മാരാണെന്ന് ഗീത അധ്യായം 3 ശ്ലോകം 10 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളിലും ഈ തെളിവ് പരാമർശിക്കുന്നുണ്ട്. അവർ ഭക്ഷണം പാകം ചെയ്യുന്നത് ശരീരത്തെ പോഷിപ്പിക്കാൻ മാത്രമാണ്. അവർ അത് പുണ്യകർമ്മങ്ങളിൽ ചെലവഴിക്കുന്നില്ല. അവർ പാപം മാത്രം ഭക്ഷിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 153. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണം. कबीर, मात पिता सो शत्रु है, बाल पढ़ावे नाहीन. हंसन में बगुला यथा, तथा अनपर सो पंडित माही. അർത്ഥം: മക്കളെ പഠിപ്പിക്കാത്ത മാതാപിതാക്കൾ മക്കളുടെ ശത്രുക്കളാണ്. വിദ്യാസമ്പന്നർക്കിടയിലെ നിരക്ഷരൻ ഹംസങ്ങൾക്കിടയിൽ ഒരു ഹെറോണിനെ പോലെയാണ്, പക്ഷിയെ പോലെയാണ്. ഇവിടെ വിദ്യാഭ്യാസം നൽകുന്നതിന്റെ പ്രാധാന്യം ആത്മീയ അറിവ് പകർന്നു നൽകുക, സത്സംഗങ്ങൾ കേൾക്കുക തുടങ്ങിയവയാണ്. അഥവാ ഒരു വ്യക്തിയെ ആത്മീയ അറിവ് ഇല്ലെങ്കിൽ അയാൾക്ക് നല്ലതും ചീത്തയുമായ കർമ്മങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയില്ല. അതുമൂലം ഒരാൾ പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സത്സംഗം ശ്രവിക്കുന്നവർ എല്ലാ കർമ്മങ്ങളെയും ആത്മീയതയെയും കുറിച്ച് ബോധവാന്മാരാകുന്നു. ആ വ്യക്തി ഒരിക്കലും പാപം ചെയ്യുന്നില്ല. കായലിലെ മുത്തുകൾ മാത്രം ഭക്ഷിക്കുന്ന ജീവജാലങ്ങൾ മത്സ്യം മുതലായവ ഭക്ഷിക്കാത്ത ഹംസത്തെ പോലെയാണ് അവൻ അല്ലെങ്കിൽ അവൾ. ഇതിന് വിപരീതമായി ആത്മീയ ജ്ഞാനമില്ലാത്തൊരു വ്യക്തിക്ക് ഹെറോണിന്റെ സ്വഭാവമുണ്ട്. ഒരു ഹെറോൺ മത്സ്യം, പ്രാണികൾ, പുഴുക്കൾ തുടങ്ങിയ ജലജീവികളെ ഭക്ഷിക്കുന്നു. രണ്ടും, ഹംസവും ഹെറോണും, ഒരേ ആകൃതിയും വെളുത്ത നിറവുമാണ്. അവരെ നോക്കി വേർതിരിക്കാൻ കഴിയില്ല. അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരാൾ കണ്ടെത്തുന്നു. അതുപോലെ തത്വജ്ഞാനം, യഥാർത്ഥ ആത്മീയ അറിവ് ഉള്ള ഒരു വ്യക്തിയെ മംഗളകരമായ കർമ്മങ്ങളാൽ തിരിച്ചറിയപ്പെടുന്നു. തത്വജ്ഞാനമില്ലാത്ത ഒരു വ്യക്തിയെ അശുഭകരമായ പ്രവൃത്തികളാൽ തിരിച്ചറിയുന്നു. कबीर, पहले अपने धर्म को भली भांति सिखलाए, अन्य धर्म की सीख सुनी भटके बाल बुद्धि जाए. അർത്ഥം: ഒന്നാമതായി ഒരാൾ തന്റെ മക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും സ്വന്തം മതത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടണം. സ്വന്തം മതത്തെക്കുറിച്ച്, അതായത് മതപരമായ ആചാരങ്ങളെക്കുറിച്ച് അറിയാത്തവർക്ക് കുട്ടിയുടേതുപോലെ ഒരു ബുദ്ധിയുണ്ട്. അന്യമതക്കാരുടെ ഉപദേശം കേട്ട് അവർ വഴിതെറ്റുന്നു. ഒരാളുടെ മതത്തിൽ വിഭാഗത്തെ പൂർണ്ണമായ അറിവുള്ളവൻ വഴി തെറ്റിക്കപ്പെടുന്നില്ല. ധർമ്മബോധത്തിന്റെ സംഗ്രഹം, പേജ് 182. कबीर, जो कछु धन का लाभ हो, शुद्ध कमाई कीन, ता धन के 10वें अंश को अपने गुरु को दीन, 10वां अंश गुरु को दीजे, अपना जन्म सफल कर लीजे. അർത്ഥം: ശ്രേഷ്ഠമായ വരുമാനത്തിൽ നിന്നുള്ള സമ്പാദ്യത്തിന്റെ 10-1 ഒരാളുടെ ഗുരുദേവന് ദാനം ചെയ്യണം. कबीर, जे गुरु निकट निवास करे तो सेवा कर नित्य, जो कछु दूर बसे पल पल ध्यान से हित. അർത്ഥം: ഗുരുജിയുടെ സ്ഥാനം നിങ്ങളുടെ വസതിക്ക് സമീപമാണെങ്കിൽ അദ്ദേഹത്തെ സേവിക്കാൻ ദിവസവും പോകുക. അകലെയാണെങ്കിൽ ഓരോ നിമിഷവും നിങ്ങൾ അദ്ദേഹത്തെ ഓർക്കണം. ഇത് ഭക്തന്റെ ക്ഷേമത്തിലേക്ക് നയിക്കുന്നു, അതായത് അവൻ അല്ലെങ്കിൽ അവൾ പ്രയോജനം നേടുന്നു. कबीर, छठे मास गुरु दर्श करनते कभू ना चुको हंस, गुरु दर्श अरु सत्संग विचार सो उधरे जात है वंश. कबीर, छठे मास ना करी सके वर्ष में करु धाय, वर्ष में दर्श नहीं करे सो भक्त साकेत ठहराए. कबीर, जय गुरु परलोक गमन करे सीख मानियो शीश, हरदम गुरु को साथ जानी सुमरो नित जगदीश. कबीर, गुरु मरा मत जानियो वस्त्र त्यागा स्थूल, सूक्ष्म देही गमन करी खिला अमर वह फूल. कबीर, सतलोक में बैठी कर गुरु निरखे तो है, गुरु तजना और मानियो अध्यात्म हानि हुए. कबीर,
गुरु के शिष्य की जगदीश करे सहाय, नाम जपे अरु दान धर्म में कबहू न अलसाए। कबीर जैसे रवि आकाश से सबके साथ रहाए, उष्णता अरु प्रकाश को दूर ही ते पहुंचाए। कबीर ऐसे गुरु जहां बसे सब पर करे रजा, गुरु समीप जानकर सकल विकार करत लजा। നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 154. അർത്ഥം: ഗുരുജിയെ ദർശിക്കാൻ ഒരാൾ തീർച്ചയായും 6 മാസത്തിലൊരിക്കൽ പോകണം. ഗുരുവിന്റെ സത്സംഗത്താലും ദർശനത്താലും മുഴുവൻ കുലവും മോക്ഷം പ്രാപിക്കുന്നു. 6 മാസത്തിലൊരിക്കൽ ഗുരുജിയെ കാണാൻ പോകാൻ കഴിയുന്നില്ലെങ്കിൽ 1 വർഷം കൊണ്ട് വലിയ ആവേശത്തോടെ പോകണം. ഒരാൾ 1 വർഷത്തിനുള്ളിൽ ഗുരുജിയെ കാണാൻ പോയില്ലെങ്കിൽ ആ ശിഷ്യൻ ഭക്തിയില്ലാത്തവനായി കണക്കാക്കപ്പെടുന്നു. ഗുരുജി സത്ലോകിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പാഠങ്ങൾ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ധർമ്മപരമോ ശ്രേഷ്ഠമോ ആയ പ്രവർത്തികൾ ചെയ്യുന്നത് തുടരുക. നിങ്ങളുടെ ഗുരുജി ഓരോ നിമിഷവും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതി നിങ്ങൾ പരമാത്മാവിനെ ആരാധിക്കണം. ഗുരുജി നൽകിയ ദീക്ഷാമന്ത്രങ്ങൾ നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ഗുരുജി മരിച്ചതായി കരുതരുത്. വസ്ത്രം അഴിക്കുന്നത് പോലെ ഈ ഭൗതിക ശരീരം മാത്രമേ അദ്ദേഹം ഉപേക്ഷിച്ചിട്ടുള്ളൂ. എന്നാൽ ശരീരം കേടുകൂടാതെ ഇരിക്കുന്നു. അതുപോലെ ഭൗതിക ശരീരത്തിന്റെ തുണി ഉപേക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹം തന്റെ പ്രസന്നമായ ശരീരവുമായി സത്ലോകിലേക്ക് പോയിരിക്കുന്നു. അവിടെ അദ്ദേഹം അമർത്യത പ്രാപിച്ചു. അദ്ദേഹം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. നിങ്ങളും പോകണം. മരിക്കാതെ, അതായത് ഭൗതിക ശരീരം ഉപേക്ഷിച്ച് ഒരാൾക്ക് സത്യലോകത്തേക്ക് പോകാൻ കഴിയില്ല. ശിഷ്യന്മാർക്ക് പോലും ഈ ഭൗതിക ശരീരം ഉപേക്ഷിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഗുരുജിയുടെ ശരീരം ത്യജിച്ചാൽ വിലപിക്കാതെ അദ്ദേഹം ഉപദേശിച്ച ആരാധനാ രീതികൾ അനുഷ്ഠിക്കുക. നിയമങ്ങൾ പാലിച്ച് നിങ്ങളുടെ ജീവിതം വിജയകരമാക്കുക. സത്ലോകിൽ ഇരിക്കുമ്പോൾ ഗുരുദേവൻ നിങ്ങളെ നിരീക്ഷിക്കുന്നു. ഗുരുജി ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം ഗുരുവിന്റെ രൂപത്തിൽ മറ്റാരെയും നോക്കരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്തി നശിക്കും. ഗുരുജിയുടെ ദീക്ഷിതനായ ശിഷ്യനെ പരമദൈവം സഹായിക്കുന്നു. ഗുരുജി നൽകുന്ന മന്ത്രം ചൊല്ലുന്നതിലും ഗുരുജി ഉപദേശിച്ചതുപോലെ ദാനധർമ്മങ്ങളും പുണ്യം ചെയ്യുന്നതിലും ഒരു ശിഷ്യൻ ഒരിക്കലും അലസനാകരുത്. ദൂരെ നിന്ന് സൂര്യൻ ആകാശത്ത് എല്ലാവർക്കും ചൂടും വെളിച്ചവും പ്രദാനം ചെയ്യുന്നത് പോലെ എല്ലാവരോടും ഒപ്പം കാണപ്പെടുന്നു. അതുപോലെ ഗുരുജി എവിടെയിരുന്നാലും അവിടെ നിന്ന് തന്നെ തന്റെ ഭക്തർക്ക് തന്റെ കൃപ ചൊരിയുന്നു. ഗുരുജി നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നും നിങ്ങളെ നിരീക്ഷിക്കുന്നതായും കരുതി ലജ്ജ തോന്നണം. തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. ധർമ്മബോധത്തിന്റെ സംഗ്രഹം, പേജ് 183. कबीर कहते जन का दे गही जो निज धर्म प्रवीण, पायो शुभगति आप ही और हो मति दीन. അർത്ഥം: ജനകൻ രാജാവിനെ പോലെയുള്ള ഗൃഹസ്ഥൻ തന്റെ മതത്തിൽ പണ്ഡിതനായിരുന്നു. അതായത് മനുഷ്യർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ നന്നായി അറിയുന്നവനായിരുന്നു. അതുമൂലം അദ്ദേഹം തന്നെയും ഒരു മംഗളകരമായ ലോകം പ്രാപിച്ചു. അതായത് സ്വർഗത്തിൽ പോയി മറ്റുള്ളവർക്ക് സ്വർഗം നേടാനുള്ള വഴി കാണിച്ചു കൊടുത്തു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 155. कबीर हरि के हित न देत, धन देत कुमार्ग माही, ऐसे अन्यायी अधम बांधे यमपुर जाही. അർത്ഥം: പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തവരും ധനം ദുരുപയോഗം ചെയ്യുന്നവരും മദ്യപാനം, മാംസം, പുകയില അല്ലെങ്കിൽ വ്യർത്ഥമായ ആർഭാടങ്ങളിൽ ചെലവഴിക്കുന്നവർ, അത്തരം അന്യായമായ ആളുകൾ ചങ്ങലയിട്ട് യമന്റെ സ്ഥാനത്തേക്ക്, അതായത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഭക്തന്റെ വ്യവഹാരം എങ്ങനെയായിരിക്കണം? निजधन के भागी जेते सगे बंधु परिवार, जैसा जाको भाग है दीजय धर्म संभार. അർത്ഥം: പരമോന്നത ദൈവം കബീർജി പ്രസ്താവിച്ചിരിക്കുന്നത് ആരായാലും സ്വത്തിന്റെ നിയമപരമായ അവകാശികളാണെങ്കിൽ ഒരാൾ അവരുടെ ധർമ്മപരമായ പെരുമാറ്റച്ചട്ടം മനസ്സിൽ വെച്ചുകൊണ്ട് അവരുടെ മുഴുവൻ ഭാഗവും അവർക്ക് നൽകണം. അതായത് ദൈവഭയമുള്ള ഒരു ഭക്തൻ അത് പൂർണ്ണമായി വിതരണം ചെയ്യണമെന്ന്. അവരിൽ മറ്റുള്ളവർ അർഹരാണ്. ധർമ്മബോധത്തിന്റെ സംഗ്രഹം, പേജ് 184. कबीर खाट पड़ा तब झखई नैनन आवे नीर, यतन तब कछु बने नहीं, तनु व्याप मत्यु पीर. അർത്ഥം: പ്രായമാകുമ്പോഴോ രോഗിയാകുമ്പോഴോ ഒരാൾ കട്ടിലിൽ കിടക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുമ്പോൾ
ആ സമയത്ത് അവനെ രക്ഷിക്കാൻ കഴിയില്ല. മരണസമയത്തുണ്ടാകുന്ന വേദന അവൻ അനുഭവിക്കുന്നു. ഭക്തി ചെയ്യാത്തവരുടെ അന്ത്യം അങ്ങേയറ്റം ദയനീയമാണെന്ന് പറയപ്പെടുന്നു. അവർ എളുപ്പത്തിൽ മരിക്കില്ല. 1,00,000 തേളുകൾ കുത്തുന്നത് പോലെയുള്ള വേദന ഒരാൾ അനുഭവിക്കുന്നു. ആ സമയം യമന്റെ ദൂതന്മാർ അവന്റെ തൊണ്ട ഞെരുക്കുന്നു. ഒരു വ്യക്തിക്ക് സംസാരിക്കാനോ പൂർണ്ണ ശ്വാസമെടുക്കാനോ കഴിയില്ല. കണ്ണിൽ നിന്ന് കണ്ണുനീർ മാത്രം ഒലിച്ചിറങ്ങി. അതിനാൽ ഒരു മനുഷ്യൻ തീർച്ചയായും മുകളിൽ പറഞ്ഞ ഭക്തിയും മംഗളകർമ്മങ്ങളും ചെയ്യണം. कबीर देखे जब यम दूतन को इतो जीव लुकाए, महाभयंकर भेष लखी भयभीत हो जाए. അർത്ഥം: യമന്റെ ദൂതന്മാർ ഭയങ്കരമായ രൂപഭാവമുള്ളവരാണ്. മരണസമയത്ത് ഭക്തിയില്ലാത്ത ഒരാൾക്ക് മാത്രമേ യമന്റെ സന്ദേശവാഹകരെ ദൃശ്യമാകൂ. അവരെ കാണുമ്പോൾ ആ ആത്മാവ് ശരീരത്തിനുള്ളിൽ തന്നെ അവിടെയും ഇവിടെയും ഒളിക്കാൻ ശ്രമിക്കുന്നു. कबीर भक्ति दान किया नहीं, अब रह कास की ओट, मार पीट प्राण निकाल ही जम तोड़ेंगे होठ. അർത്ഥം: ഗുരുവിനെ നേടിയിട്ടില്ല, ഭക്തി ചെയ്തിട്ടില്ല, ദാനധർമ്മങ്ങളോ പുണ്യപ്രവർത്തികളോ ചെയ്തിട്ടില്ല. ഇനി നിന്നെ ആരു രക്ഷിക്കും? യമന്റെ ദൂതന്മാർ നിങ്ങളെ തല്ലി ആത്മാവിനെ പുറത്തെടുക്കും. അവർ ഒരു പരിഗണനയും കൂടാതെ നിങ്ങളെ തല്ലും. അതായത് അവർ നിങ്ങളെ ക്രൂരമായി മർദ്ദിക്കുകയും നിങ്ങളുടെ ചുണ്ടുകൾ തകർക്കുകയും ചെയ്യും. അവർ നിർദ്ദയം അടിക്കും. ധർമ്മബോധ് പേജ് 185, 186 പൊതുവിജ്ഞാനമുണ്ട്. ധർമ്മബോധത്തിന്റെ സംഗ്രഹം പേജ് 187. कबीर मान अपमान सम कर जाने, तजय जगत की आश, चा रहित संस्य रहित हर्ष शोक नहीं तास. അർത്ഥം: ആരെങ്കിലും ഒരു ഭക്തനെ അധിക്ഷേപിച്ചാൽ അവൻ അല്ലെങ്കിൽ അവൾ അത് ശ്രദ്ധിക്കരുത്. ആ വ്യക്തിയുടെ ബുദ്ധിയിൽ കരുണ കാണിക്കുക. ആരെങ്കിലും പുകഴ്ത്തിയാൽ അത് ശ്രദ്ധിക്കരുത്. അതായത് ആരെങ്കിലും നൽകുന്ന ബഹുമാനം കാരണം നിങ്ങളുടെ ധർമ്മം നശിപ്പിക്കരുത്. നേട്ടവും നഷ്ടവും ദൈവത്തിന്റെ ദാനമായി കരുതി സംതൃപ്തരായിരിക്കുക. कबीर मार्ग चले अधोगति, चार हाथ मांगी देख, पर तरिया पर धन ना चाहे समझ धर्म के लेख. അർത്ഥം: നടക്കുമ്പോൾ ഒരു ഭക്തൻ ദൃഷ്ടി താഴ്ത്തണം. നടക്കുമ്പോൾ ഒരു ഭക്തന്റെ നോട്ടം 4 കൈകൾ അകലത്തിൽ നിൽക്കണം. അതായത് 6 അടി മുന്നോട്ട്. ധർമ്മപരമായ പെരുമാറ്റച്ചട്ടത്തെക്കുറിച്ചുള്ള അറിവ് പ്രതിഫലിപ്പിക്കുകയും മറ്റുള്ളവരുടെ സ്ത്രീയെയും മറ്റുള്ളവരുടെ സമ്പത്തിനെയും കാണുകയും മോഹിക്കുകയും ഒരാളുടെ മനസ്സിനെ ദുഷിപ്പിക്കാൻ പാടില്ല. कबीर पात्र कुपात्र विचार कर भिक्षा दान जो लेत, नीच अकर्मी सूम का दान महादुहख देत. അർത്ഥം: ഒരു സന്യാസി അതായത് ഗുരു തന്റെ ശിഷ്യനല്ലാതെ മറ്റാരിൽ നിന്നും ദാനം സ്വീകരിക്കരുത്. ദുഷ്ടനും പാപിയുമായ വ്യക്തിയുടെ പണം അമിതമായ ദുഃഖമുണ്ടാക്കുന്നു. പേജ് 188 പൊതുവിജ്ഞാനമുണ്ട്. ധർമ്മബോധ് പേജ് 189. कबीर इंद्री तत्व प्रकृति से आत्म जान पार, जाप एक पल नहीं छूटे टूट न पावे तार. അർത്ഥം: ആത്മാവിനെ പഞ്ചഭൂതങ്ങളിൽ നിന്ന് വേർപെടുത്തുക. ശരീരം ആത്മാവല്ല. സത്നാം തുടർച്ചയായി ചൊല്ലുക. कबीर जब जब करी के थक गए, हरि यश गावे संत, कै जिन धर्म पुराण पढ़े ऐसो धर्म सिद्धांत. അർത്ഥം: മന്ത്രം ചൊല്ലുമ്പോൾ ഒരു ഭക്തൻ ക്ഷീണിച്ചാൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ വാണികൾ വായിക്കണം. അത് ഓർത്താൽ പാടാം. അല്ലെങ്കിൽ സ്വന്തം മതത്തിലെ പവിത്ര ഗ്രന്ഥങ്ങൾ വായിക്കണം. ഇതാണ് മതതത്വം. ധർമ്മബോധത്തിന്റെ സംഗ്രഹം പേജ് 190. कबीर ज्ञानी रोगी अर्थार्थी जिज्ञासु ये चार, सो सभी हरि ध्यावते ज्ञानी उतरे पार. അർത്ഥം: 4 തരം ആളുകൾ ഈശ്വരഭക്തി ചെയ്യുന്നു. 1 ജ്ഞാനി, അറിവുള്ളവൻ. ദൈവഭക്തിയിലൂടെ ആത്മാവിന്റെ മോക്ഷം നേടുന്നതിന് മാത്രമേ ഒരു മനുഷ്യ ജീവിതം കൈവരിക്കാനാകൂ എന്ന് ഒരു ജ്ഞാനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഒരു സമ്പൂർണ്ണ ദൈവത്തിന്റെ ഭക്തിയാൽ മാത്രമേ മോക്ഷം സാധ്യമാകൂ എന്ന് അവർ മനസ്സിലാക്കുന്നു. മറ്റ് ദേവതകളെ ആരാധിച്ചാൽ ജനന മരണ ദുരിതം ഇല്ലാതാക്കാൻ കഴിയില്ല. സമ്പൂർണ്ണ സദ്ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചാൽ മാത്രമേ ഒരാൾ വിജയിക്കുകയുള്ളൂ. അതിനാൽ ജ്ഞാനി, അറിവുള്ള ഭക്തർ മോക്ഷം പ്രാപിക്കുന്നു. 2 അർത്ഥാർത്ഥി, ധനം ലഭിക്കാൻ വേണ്ടി മാത്രം ഭക്തി ചെയ്യുന്നവർ. 3 അർത്ഥാർത്ഥ്, അതായത് ദുരിതങ്ങളാൽ പീഡിതർ, തങ്ങളുടെ ദുരിതങ്ങൾ അകറ്റാൻ വേണ്ടി മാത്രം ഭക്തി ചെയ്യുന്നവർ. 4 ജിജ്ഞാസ്യു. ജിജ്ഞാസ്യു ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അപൂർണമായി മനസ്സിലാക്കുന്നു. പ്രശസ്തിയുടെ അത്യാഗ്രഹത്തിൽ ഒരു വാഗ്മീകിയാക്കുകയും അവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യുന്നു.
ഗീത അധ്യായം 7 ശ്ലോകം 16-17 ഇതേ തെളിവുകൾ നൽകിയിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 157, ധർമ്മബോധത്തിന്റെ സംഗ്രഹം, പേജ് 191. कबीर, क्षमा समान न तप, सुख नहीं संतोष समान, तृष्णा समान नहीं व्याधि कोई, धर्म न दया समान. അർത്ഥം: ഒരാളോട് ക്ഷമിക്കുന്നത് വലിയ തപസ്സാണെന്ന് പരമോന്നത ദൈവം കബീർജി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതുപോലെ തപസ്സുള്ള സംതൃപ്തിക്ക് തുല്യമായ സന്തോഷമില്ല. ഒരു വസ്തു നേടാനുള്ള ആഗ്രഹത്തിന് തുല്യമായ ഒരു ദുരന്തവുമില്ല. ദയയ്ക്ക് തുല്യമായ ഒരു പുണ്യകർമ്മവുമില്ല. कबीर, योग भक्ति के अंग 5 है. संयम मनन एकांत, विषय त्याग नाम रतन, होए मोक्ष निश्चिंत. അർത്ഥം: ഭക്തിയുടെ 4 പ്രധാന മുഖം സംയമം, അതായത് എല്ലാ പ്രവൃത്തിയിലും സംയമനം പാലിക്കണം. പണം സ്വരൂപിക്കുന്നതിൽ, സംസാരത്തിൽ, ഭക്ഷണപാനീയങ്ങളിൽ, ഇന്ദ്രിയ സുഖങ്ങളിൽ സംയമനം പാലിക്കുക. അതായത് ഒരു ഭക്തൻ കുറച്ച് സംസാരിക്കുകയും ഇന്ദ്രിയ ദോഷങ്ങൾ ഉപേക്ഷിക്കുകയും വേണം. ഈശ്വരാരാധനയും ദൈവത്തിന്റെ സംസാരവും പ്രഭാഷണങ്ങളും ശ്രവിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇപ്രകാരം ഉപാസിക്കുകയും ചിട്ടകൾ പാലിക്കുകയും ചെയ്താൽ തീർച്ചയായും മോക്ഷം ലഭിക്കും. സമ്പൂർണ്ണ പരമാത്മാവ് ഒരു ഭക്തന്റെ ആയുസ് പോലും വർദ്ധിപ്പിക്കുന്നു. ഋഗ്വേദ് മണ്ഡലം 10 സൂക്തം 161 മന്ത്രം 2 സമ്പൂർണനായ ദൈവം തന്റെ ഭക്തന്റെ അസുഖം സുഖപ്പെടുത്തുന്നുവെന്ന് പരാമർശിച്ചിരിക്കുന്നു. രോഗിക്ക് ജീവൻ അവശേഷിക്കുന്നില്ലെങ്കിലും അവൻ മരണത്തിൽ നിന്ന് ദൈവത്തെ സമീപിക്കുകയാണെങ്കിൽ ദൈവം അവനെ അല്ലെങ്കിൽ അവളെ ആരോഗ്യമുള്ളതാക്കി 100 വയസ്സ് വരെ നൽകുന്നു. അദ്ദേഹം അവളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നു. കബീർ സാഗർ ഗരുഡ് ബോധ് എന്ന അധ്യായത്തിൽ നിന്നുള്ള തെളിവുകൾ വായിക്കാം.